ഇന്ന് നമുക്ക് ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് മാജിക് പോലെ ഒരു വൈൻ തയ്യാറാക്കാം. വെറും 2 മണിക്കൂർ വേണ്ട നമുക്ക് ഈ വൈൻ തയ്യാറാക്കാൻ. ഉണക്ക മുന്തിരി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കിയുള്ളത്. ക്രിസ്മസിന് ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വൈൻ തയ്യാറാക്കാം. ഒറ്റ വിസിൽ മതി കുക്കറിൽ നമുക്ക് ഉണക്കമുന്തിരി കൊണ്ട് അടിപൊളി വൈൻ തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ 250 ഉണക്കമുന്തിരി ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായി കൊത്തിയരിഞ്ഞ് ഒരു 50 ഗ്രാം, വലിയൊരു ബീട്രൂട്ടിൻ്റെ പകുതി നോക്കി ഇങ്ങനെ ചീകി വെച്ചിട്ടുണ്ട് കളർ കിട്ടാൻ വേണ്ടി. പിന്നെ ഗ്രാമ്പു 10-25 എണ്ണം, പട്ട വലിയൊരു കഷ്ണം, 5 വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്തത്, 3/4 കിലോ പഞ്ചസാര വേണം. അപ്പം നമ്മളൊരു സ്റ്റീലിൻ്റെ കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കലം വേണം. അപ്പം നമ്മൾ 250 ഗ്രാം ഉണക്കമുന്തിരി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 5 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത്, നമ്മുടെ വൈനിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണത് ചേർത്തുള്ളത്, ഒരു 25 ഗ്രാമ്പു, വലിയൊരു കഷ്ണം പട്ട, പിന്നെ പഞ്ചസാര 3/4 കിലോ, പിന്നെ 3 ലിറ്റർ വെള്ളം കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടത്, 3 ലിറ്റർ വെള്ളം, അതുപോലെ ഇത് കൊള്ളണില്ലെങ്കിൽ വലിയൊരു കുക്കർ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ വലിയൊരു സ്റ്റീലിൻ്റെ കല്ലെടുത്ത് തിളപ്പിച്ച് വറ്റിച്ചാലും മതി. ഇതാകുമ്പോൾ നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലടിച്ചാൽ മതി, നമ്മുടെ വൈൻ റെഡിയാവും. അപ്പോൾ പഞ്ചസാര ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ പിന്നെ പഞ്ചസാര അങ്ങോട്ട് അലിഞ്ഞ് ചേർന്നോളൂ. നമ്മൾ ഈസ്റ്റ് ചേർക്കണില്ല. അതുപോലെ മാക്സിമം 2 മണിക്കൂറോ വേണ്ടി വരും വൈൻ തയ്യാറാക്കാൻ. അങ്ങനെ ഗുണങ്ങളൊക്കെ ഉണ്ട്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ആൽക്കഹോൾ കുറഞ്ഞ കണ്ടന്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസിനൊക്കെ ഇതുപോലെ നമുക്ക് തലേദിവസം തന്നെ വൈൻ തയ്യാറാക്കാൻ പറ്റും. 5 ലിറ്ററിൻ്റെ കുക്കറാണ് ചോക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ കറക്റ്റ് വെള്ളം പാകണം. അപ്പം ഞാൻ കുക്കറിൽ വിസിലടിക്കണില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഇതിൽ തിളപ്പിച്ച് കുറുക്കി എടുക്കാം. അതാണ് ഇതിൽ കംഫർട്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ചീറ്റിപ്പോവും. 5 ലിറ്ററിൽ കുക്കറാണെന്ന് നമുക്ക് 3 ലിറ്റർ വെള്ളം ഒഴിച്ച് 250 ഗ്രാം മുന്തിരിയൊക്കെ ഇട്ടാക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിൽ ലിഡിട്ട് മൂടാണ്ട് നമുക്കിങ്ങനെ തയ്യാറാക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിങ്ങനെ നല്ലോണം ഒന്ന് തിളച്ചിട്ട് വരണം. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം തിളച്ചിട്ടുണ്ട്, കണ്ട. ഇതൊരു 3/4 മണിക്കൂർ അങ്ങനെ തിളയ്ക്കണം. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് വറ്റി കുറുകണം. അതായത് വലിയ കുക്കറിലാണെന്ന് വെച്ചാൽ നമുക്ക് ഒരൊറ്റ വിസിലടിച്ചാൽ മതി. ഇതിപ്പോൾ കുക്കർ ചെറുതായ കാരണമാണ് ഞാൻ ഇങ്ങനെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ച് ഒരു 3/4 മണിക്കൂറോളം തിളച്ച് കിടക്കണം. തിളച്ച് ഇങ്ങനെ ഒന്ന് വറ്റി കുറുകണം. എന്നിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. അപ്പം നമ്മൾ 1 മണിക്കൂറോളം നല്ലോണം അങ്ങനെ തിളപ്പിച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ചൂടാറി ഇനി നമുക്കിത് അരിക്കാം. അപ്പം അതിൻ്റെ കളറ് കണ്ടില്ലേ? ഇതേ കണ്ട, നമ്മൾ പഞ്ചസാരയൊക്കെ കരിക്കാണ്ട് തന്നെ വൈൻ്റെ കളറ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ബീട്രൂട്ട് ചേർത്ത കാരണം. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് വൈൻ തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ അരിച്ചിട്ടൊഴിക്കുക. അപ്പോൾ അതിൻ്റെ കളറ് കണ്ടറിയാം നമുക്ക് വൈൻ്റെ കളറായിട്ട്. അപ്പോൾ ക്രിസ്മസിന് നമ്മൾ നേരം വൈകി വൈൻ കെട്ടാൻ നേരമില്ല എന്നൊന്നും പറയേണ്ട, നമുക്ക് തലേ ദിവസം വരെ വൈൻ കെട്ടാൻ പറ്റും. ബീട്രൂട്ട് ചേർത്താൽ നല്ല കളറും ഇതൊക്കെ ഉണ്ട്. പിഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കണ്ട, അപ്പോൾ മട്ടാവും. നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി അപ്പം ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പം നമ്മൾ ഒരു ചില്ലുകുപ്പിയിൽ ഇങ്ങനെ അരിപ്പയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. പിശടൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ അരിപ്പയെ കൂടെ ഒഴിച്ചിട്ടുള്ള നല്ലോണം പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ മട്ടു കൂടും. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അരിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വൈൻ തയ്യാറായിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണെന്ന് വെച്ചാൽ ഒരൊറ്റ വിസിൽ മതി. ഇതിപ്പോൾ നമ്മൾ കുക്കർ ചെറുതായ കാരണമാണ് തിളച്ച് 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മുടെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഉണക്കമുന്തിരി വൈൻ, അതായത് മാക്സിമം 2 മണിക്കൂറോ വേണ്ടോ നമ്മുടെ വൈൻ റെഡി ആവാനായിട്ട്. നമ്മുടെ 2 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയ വൈൻ റെഡി ആയിട്ടുണ്ട്. മാജിക് പോലെ നമുക്ക് ഈ വൈൻ തയ്യാറാക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.